അവക്കൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ സുമയുടെ ആ സീന് കാണുമ്പോൾ ഭയങ്കര രസകരമായൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുക. കാരണം അവളിങ്ങനെ നടക്കുന്നു, അവലെടുത്ത് വായിലിടുന്നു, കുഞ്ഞപ്പേട്ടൻ്റെ അടുത്ത് ഹൈ പറയുന്നു, നടന്ന് ആ ഒരു മൂവ്മെന്റ് ഒക്കെ കൊടുത്ത് ആൾക്കാരെയൊക്കെ നോക്കി ചിരിച്ച് ഞാൻ ഈ ബാത്റൂമിൽ നിന്നിടത്ത് കിടന്ന് തിരിയല്ല. നിനക്ക് ഇത്രയും സമയം അവിടെ കിട്ടിയെന്നുള്ളത് ഞാൻ പിന്നെ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവസാനം. കോ ആക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, അതിനെയൊക്കെ മാക്സിമം ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആ സീനിൽ ഞാൻ മാക്സിമം അതിന് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. കാരണം ഞാൻ കുഞ്ഞപ്പേട്ടനോട് സംസാരിച്ച് അവിലെടുത്ത് അവിന്റെ ഒരു കഥ വലിയ കഥയുണ്ട്. അത് പക്ഷെ അവില് തിന്നതെന്ന് എനിക്ക് മതിയായിട്ടുണ്ട്. ഞാൻ ഈ സീനിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് അവിലെടുത്ത് വായിലിട്ടതാ. പക്ഷെ പിന്നെ എനിക്ക് ആ അവിൽ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിൽ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. എന്നിട്ട് രാജശേഖരൻ ഒരിക്കൽ എന്നെ ചീത്ത പറഞ്ഞു, നിന്റെ മെത്തേഡ് ആക്ടിങ് കാരണം. കണ്ണുകൊണ്ടൊക്കെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയാം. അതാ ഞാൻ പറഞ്ഞു സിനിമ പീക്ഡ് ഹിയർ എന്നുള്ള മൊമെന്റ്. ആ ഫീലിംഗ് എനിക്ക് ഉണ്ടായത് ആ ഒരു കോമ്പിനേഷൻ സാധനമൊക്കെ കണ്ടതിന് ശേഷമാണ്. ആ ഓട്ടവും ആ വീഴ്ചയും. വർഷ പോയി അമ്മയോട് പറയുന്നു, മാട് പോയത് നമ്മുടെ ആണെങ്കിലും മാനം പോവാൻ പോണത് റിയലി ഗുഡ്. Let's find the stories that we need to hear and make the path ahead feel bright and clear. Every voice can spark a brand new flame. On Media Mathamgi, we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought. Come on and join us now. Media Mathamgi. പെണ്ണും പൊറാട്ടും നെറ്റ്ഫ്ലിക്സിൽ വന്നിരിക്കുകയാണ്. പെണ്ണും പൊറാട്ടിന്റെയും ഭീകര പെർഫോമൻസ് ചെയ്തിട്ടുള്ള, നമ്മളെ അത്രയും എൻജോയ് ചെയ്തിട്ടുള്ള, അത്രയും ആനന്ദിപ്പിച്ചിട്ടുള്ള രണ്ടുപേരാണ് വർഷയും അക്ഷയും നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം വർഷ, അക്ഷയ. താങ്ക് യു. അപ്പൊ ഇന്നലെ രാത്രി തുടങ്ങി നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. അതായത് ഇതുവരെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ആളുകൾക്ക് ഇപ്പൊ ഇത് അവൈലബിൾ ആണ്. വാച്ച് പെണ്ണും പൊറാട്ടം ഇൻ മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി ആൻഡ് തെലുഗു ഓൺ നെറ്റ്ഫ്ലിക്സ്. സോ കാണാത്തവർ എന്തായാലും കാണുക. കണ്ടവർ കാണാത്തവരോട് ചെന്ന് കാണാൻ പറയണം. രണ്ടുപേരുടെ ആദ്യത്തെ മൂവി അല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളൊരു വർഷം? ആദ്യത്തെ മൂവി അറിയില്ല, അതൊരു പുതിയ മീഡിയം ആണല്ലോ. ഞാൻ മുൻപും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു മീഡിയത്തിലൂടെ ആദ്യമായിട്ടാണ് ഞാൻ എല്ലാവരും അറിയുന്ന ഒരു കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ആൻസൈറ്റിയും ഉണ്ട്, അതിനോടൊരു നല്ല രസമുള്ള ത്രില്ലും ഉണ്ട്. കുറച്ചുകൂടി ഇനി വേണം എന്നൊരു തോന്നലും ഉണ്ട്. അത് ആ മീഡിയത്തിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തോന്നുന്നായിരിക്കും. ഒരു നോർമൽ സാധാരണ സിനിമയില് റിയലിസം പറഞ്ഞാലും അത് വളരെ സെറ്റിൽ ആയിരിക്കും ആക്ടിങ്. ഇത് പക്ഷെ പാലക്കാടിൻ്റെതായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു റിയൽ ഇതിലേക്കാളും കുറച്ചൊരു എക്സാജറേറ്റഡ് ആണ്. എന്നാൽ തിയേറ്ററിന്റെ എക്സാജറേഷൻ ഇല്ലേനും അങ്ങനത്തെ ഒരു, ഐ മീൻ തിയേറ്ററും ഇപ്പൊ കുറെ സെറ്റിൽ ആയിട്ടുണ്ട്. ഞാൻ ഇൻ ജനറൽ ടേംസ് ആണ് കേട്ടോ പറയണത്. അപ്പോ പക്ഷെ നമ്മളെ അത്രയും ഇംപ്രസീവ് ആയിട്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പ്രഷൻസും, പ്രത്യേകിച്ച് അക്ഷയ ആ മിററിൽ നോക്കിയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര. അപ്പോ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ പെർഫോമൻസിലേക്ക് കൊണ്ടുവന്നത്? ഈ ഒരു ക്യാരക്ടർ ഇൻട്രഡക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമ കണ്ടതിന് ശേഷമാണ് ഓക്കെ ദ ഹോൾ മൂവി ഇതൊരു കാരിക്കേച്ചർ ഫെസ്റ്റ് ആയിരുന്നു എന്ന് പടം കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ ക്യാരക്ടർ ഇൻട്രോ രാജേഷ് ഏട്ടൻ തരുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് പറയുന്നത് ഭയങ്കര റെസ്റ്റ്ലെസ് ആയ, ഭയങ്കര ആങ്ഷ്യസ് ആയ, ഇപ്പോൾ നമ്മുടെ ശൈലിയിൽ പറയുകയാണെങ്കിൽ നായിക്കൊട്ട് വേലയില്ല പോയിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറയില്ലേ, ഏകദേശം അതുപോലൊരു ഭയങ്കര റെസ്റ്റ്ലെസ് ആയി ഓടി നടക്കുന്ന, ടെൻഷൻ അടിച്ച് നടക്കുന്ന, എല്ലാം ഓവർ തിങ്ക് നടക്കുന്ന ഒരു ക്യാരക്ടർ എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത്രേ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇതൊരു കാരിക്കേച്ചർ ആണ്, ഇതൊരു ഓവർ ദ ടോപ്പ് സാധനമാണ്, എല്ലാവരും പിടിക്കുന്നത്, കുറച്ച് എക്സാജറേറ്റ് ചെയ്തത്, അങ്ങനെ ഒരു സാധനമാണെന്ന്
സിനിമ ആദ്യത്തെ സ്ക്രീനിങ് കണ്ടു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ ഇത് ഈ മറ്റേ മിറർ സീനൊക്കെ ചെയ്യുന്ന സമയത്തും എന്റെ മനസ്സിൽ വേറൊരു സാധനം ഇല്ല. സിനിമയെക്കുറിച്ച് ഇപ്പോൾ അല്ലെങ്കിൽ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഡെപ്തിനെ കുറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് ഇതാണ് ശരിക്കും തിരികൊളുത്തുന്നത്, ആ പട്ടടയിലെ പ്രശ്നത്തിന് മുഴുവൻ തിരികൊളുത്തുന്നത് ആ ഒരു ഫോൺ കോൾ ആണെന്നുള്ള ഡെപ്ത് ആ ടൈമിൽ എനിക്കില്ല. അത് എന്താ പറയാ, ഡയറക്ടർ അതന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മള് കൂടുതൽ ഐഡിയ ഇല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് വലിയ പ്രോംപ്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ കൊടുക്കാൻ പറ്റും. വർഷയ്ക്ക് അതുപോലെ തന്നെ ആയിരിക്കും. അതെ, ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളത് വർഷയ്ക്കാണ്. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാലും ആ വീടിന്റെ സൈഡിലുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എനിക്ക് ആ വീടുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിട്ടുള്ളൂ, വീടും വീട്ടുകാരുമായിട്ട്. ഞാൻ കൂടുതലും ചാരുമായിട്ടാണ് കോമ്പിനേഷൻ സീൻസ് ഉള്ളത്. വർഷയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെങ്കിലും ചാരുമായിട്ടാണ് എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഉള്ളത്. അപ്പോൾ 1-2 ദിവസം കോയമ്പത്തൂരൊക്കെ അതിന് ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മൾ സാധനം മേടിക്കാൻ പോണു എന്നുള്ളൊരു സാധനം. ആരും ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാ, പറഞ്ഞു കൊടുക്കമ്മ, എന്താ സംഭവം അത് പറഞ്ഞാ തന്നെ. അപ്പൊ വീട്ടില് ആണ് ഏറ്റവും കുറവ് ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു ഹോൾ ഐഡിയ കിട്ടിയത് സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ്. ഞാൻ രാജേട്ടനോട് ചോദിച്ചു, ഇങ്ങനെ ഇതായിരുന്നു അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ചതല്ലേ എന്നെ കൊണ്ട്. ഒരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഹോൾ പിക്ചർ കിട്ടാതെ അത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വണ്ടർ എക്സ്പീരിയൻസ് തന്നെയാണ്. വർഷം ഇതുപോലെ കണ്ടതിന് ശേഷം ഓഫ് കോഴ്സ് ഒരുവിധം ധാരണ ഉണ്ടായിട്ടുണ്ടാവും. കാരണം വർഷയ്ക്ക് അത്രയും ഉണ്ട് ഇതിന്റെ അകത്ത്. ഈ പറഞ്ഞ പോലെ വീടിന്റെ അകത്തും അതുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് കുറേയൊക്കെ ധാരണ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോ, ഇത് എന്താ ചെയ്തു വെച്ചിരിക്കുന്നുള്ളത്. അത് ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഞാൻ ഇല്ലാത്ത ഒരുപാട് സീനുകളെ പറ്റി എനിക്ക് ഒരു ധാരണയില്ല. കഥയുടെ ഒരു കഷ്ണേ അറിയുള്ളൂ, ബാക്കി കഷ്ണം എന്താന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ല. അപ്പൊ ആ സീനുകളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ വണ്ടറായിരുന്നു. ഇങ്ങനെയൊക്കെയാണല്ലേ ഇതിലേക്ക് എത്തിയത്. നമ്മളുടെ ഫൈറ്റ് വീട്ടിലൊക്കെ ഉള്ള സീനിൽ ആ പട്ടി ഓടി പോകുന്നത് ഞാനുണ്ട് ആ പട്ടി ഓടുമ്പോ. പക്ഷെ ആ പട്ടി എവിടെന്നാ ഓടി വരുന്നത്, ആരാ പട്ടി ഓടിക്കുന്നതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ല. അപ്പൊ അത് സ്ക്രീനിൽ കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ, ഇത്രയും ഇതിന്റെ പുറകില് പണി ഉണ്ടായിരുന്നല്ലേ, ഇത്രയും വേറെ പണിയെടുത്തിട്ടുണ്ടല്ലേ എന്നുള്ള കുറച്ചുകൂടി അതിനെ ഭയങ്കര വലുതായിട്ട് കാണാൻ പറ്റി ആ കാഴ്ചേനെ. അത് ഭയങ്കര ഒരേ സമയം ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, എന്താ ഇപ്പൊ നടക്കാൻ പോണേ എന്നുള്ളതില്. നമ്മളുടെ സീൻ വരുമ്പോ നമുക്കറിയാം ഇന്ന കാര്യങ്ങളാണ് എന്ന്. പക്ഷെ അതിന് മുൻപും അതിന് ശേഷമുള്ള ഭാഗങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആക്കിയിരുന്നു. ഇത് കണ്ടിട്ട് ഇപ്പൊ രണ്ടുപേരും ഫ്രണ്ട്സ്, കാരണം അവര് നിങ്ങളെ കാണുന്ന ഓഫ്കോഴ്സ് വർഷ തിയേറ്ററിലായതുകൊണ്ട് പല രൂപത്തിലും പല ഭാവത്തിലും കണ്ടിട്ടുണ്ടാവും. അക്ഷയും എനിക്ക് തോന്നുന്നു റീൽസിലും ആണെങ്കിലും പല എക്സ്പ്രഷൻസ് നമുക്ക്, ഞാൻ അതിന് ശേഷമാട്ടോ റീൽസ് കാണാൻ തുടങ്ങിയ അക്ഷയുടെ. ആളുകൾക്ക് അങ്ങനെ ഫെമിലിയർ ആയിരിക്കും. എന്നാൽ പോലും ആ സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ആളുകൾ എന്താ പറഞ്ഞു? ഫ്രണ്ട്സ് ഒക്കെ ഫസ്റ്റ് ടൈം ഒരു സാധനം വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. അപ്പൊ എന്റെ അതേ ഈക്വൽ എക്സൈറ്റ്മെന്റ് തന്നെ ആയിരുന്നു അവർക്കും, ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ. പിന്നെ പട്ടട എന്ന് പറഞ്ഞൊരു സാങ്കല്പിക ഗ്രാമത്തിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ പലരും അത് പാലക്കാടൻ സാധനമായിട്ട് കുറെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത് പാലക്കാട്ടിൽ ഇങ്ങനെ, പാലക്കാട് അങ്ങനെ. അപ്പൊ പാലക്കാടനല്ല, പാലക്കാടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പട്ടട എന്ന് പറഞ്ഞ സാങ്കല്പിക ഗ്രാമത്തിലെ ഒരു സാധനമാണ്. അപ്പോ അതിന്റെ ആ ഒരു എലമെന്റ് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു എല്ലാവർക്കും. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഫ്രണ്ട്സ് എല്ലാവരും പറയുന്നത് അവരിങ്ങനെ അന്തം വിട്ട് നോക്കിയിരുന്നു. അതിൽ ഓരോ ക്യാരക്ടേഴ്സും, ഇപ്പോ എന്നെ വിളിച്ചിട്ട് പടം കണ്ടു എന്ന് പറഞ്ഞതില് 10 പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 5 പേരും സുമ നന്നായിരുന്നു, സുട്ടു നല്ല രസമായിരുന്നു, പിന്നെ നിന്റെ ഫോൺ കോളിൽ വിളിച്ച ആ ഫ്രണ്ട് അത് ഭയങ്കര രസമായിരുന്നു, ചാരുവിന്റെ അമ്മ ക്യാരക്ടർ ചാരു. അപ്പൊ എന്നെ വിളിച്ച് ഈക്വലി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഈ ബാക്കി ക്യാരക്ടേഴ്സിനെ കുറിച്ചും അത്ര എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രദേഴ്സ് ഓഫ് കോഴ്സ് അവരും 2-3 തവണയൊക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി.
ഒന്നും രണ്ടും മൂന്നും തവണ കാണുമ്പോ പല എക്സ്ട്രാ കൂടുതൽ എന്തൊക്കെയോ അവർക്ക് കിട്ടുന്നുണ്ടായി അതിൽ നിന്നുള്ളൊരു സാധനം അങ്ങനെ പറയണ്ടായി. അപ്പോ ഇനിയിപ്പോ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുമ്പോ എല്ലാവർക്കും 3-4 തവണയോ തറോ വാച്ച് ചെയ്യാനൊക്കെ ഞാൻ കുറെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ കഥയ്ക്ക് വേണ്ടി കാണുന്ന പോലെ അല്ല ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ്. അതൊരു മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആ ഫോൺ കോളിലേക്ക് തിരിച്ചു വരാം. അതായത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ തമ്മിലല്ലല്ലോ ഫോൺ ചെയ്യുന്നുണ്ടാവുക. ആ ഒരു സീൻ ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഞാനും അക്ഷയ നമ്മള് ഫൈറ്റ് വീട്ടിലേക്ക് ഇടയ്ക്ക് വരും. ഭയങ്കര വിരുന്നുകാരിയാ അവര്. അപ്പൊ ഇടയ്ക്ക് അക്ഷയും ചാരുവും വീട്ടിലേക്ക് വരും. അപ്പൊ ആ സമയത്ത് അങ്ങനെ വന്ന ഒരു ദിവസം രാജശേഖരൻ ഞങ്ങളെ രണ്ടാളെയും അടുത്തടുത്തിരുത്തിയിട്ട് ഈ കോള് നമ്മള് ചെയ്യുന്നത് റിഹേഴ്സൽ ഏൽപ്പിച്ചായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ റിഹേഴ്സൽ 2-3-4 പ്രാവശ്യം നമ്മൾ റിഹേഴ്സൽ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് താരമാക്കി എന്താ സംഭവിക്കാൻ പോണേ, എന്താണ് അതിന്റെ മൂഡ് എന്ന് മനസ്സിലാക്കി. പിന്നെ ഞാൻ ചെയ്തത് ഞാൻ ഒറ്റയ്ക്ക് ഫോൺ വിളിച്ചിട്ട് അവൾ അവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തിട്ട് ആ ത്രൂ ഔട്ട് സീനിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന അങ്ങനെയാണ്. അക്ഷയ എങ്ങനെയാ ചെയ്തത് എനിക്കറിയില്ല. ഇത് തന്നെയായിരുന്നു നമ്മുടെ ആ ഒരു പട്ടട വീട്ടില് റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ സ്ക്രീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇമാജിനറി ഒരു കോളർ അപ്പുറത്തുണ്ടാവും എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അവക്കൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ സുമയുടെ ആ സീന് കാണുമ്പോൾ ഭയങ്കര രസകരമായൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുക. കാരണം അവളിങ്ങനെ നടക്കുന്നു, അവലെടുത്ത് വായിലിടുന്നു, കുഞ്ഞപ്പേട്ടൻ്റെ അടുത്ത് ഹൈ പറയുന്നു, നടന്ന് ആ ഒരു മൂവ്മെന്റ് ഒക്കെ കൊടുത്ത് ആൾക്കാരെയൊക്കെ നോക്കി ചിരിച്ച് ഞാൻ ഈ ബാത്റൂമിൽ നിന്നിടത്ത് കിടന്ന് തിരിയല്ല. നിനക്ക് ഇത്രയും സമയം അവിടെ കിട്ടിയെന്നുള്ളത് ഞാൻ പിന്നെ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവസാനം നമ്മള് ബാത്റൂമിൽ തന്നെ ആ ഒരു ബാത്റൂം സെറ്റില് ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ക്യാമറ ഫ്രണ്ടിൽ മിറർ ഉണ്ടാവും, അതിന്റെ സെന്ററിൽ ക്യാമറ ഒക്കെ വെച്ച് അത് നോക്കി സംസാരിക്കുന്ന ഒരു സാധനമായിരുന്നു. അത്രേ ഉള്ളൂ. ഒരു മോണോലോഗ് പോലെ തന്നെ ആയിരുന്നു ചെയ്തത്. ഒറ്റ സ്ട്രെച്ചിന് ആ ഡയലോഗ് അങ്ങോട്ട് തീർക്കുന്ന ആ ഒരു സാധനം അങ്ങനെ. അത് ആക്ച്വലി ഭയങ്കര തിയേറ്ററിക്കലും കൂടിയാ അല്ലേ? വർഷം അതിനെ കുറിച്ചൊന്ന് അതെ. പറയണേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഫ്രസ്ട്രേഷൻ വേറെ ഉണ്ട്. ആ ഒരു കോളിന്റെ ഐ മീൻ വോയിസ് മെസ്സേജ് കേട്ടതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതിന്റെ പുറത്ത് ഇത് വരുന്നുണ്ട്. ആൻഡ് ക്യാമറയിൽ നോക്കി അത് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് ഈസി. അത് ശരിക്കും നിങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ വരുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണെന്നും ഒക്കെ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ പ്രത്യേകിച്ച് വർഷം അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആ മൂവ്മെന്റും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണു വെട്ടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. രാജശേഖരൻ ഇങ്ങനെ സിറ്റുവേഷൻ പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങള് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പൊ നമുക്ക് അറിയാം. പിന്നെ ഓക്കെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള. അപ്പൊ എനിക്ക് വെറുതെ ഒരു സ്ഥലത്തുനിന്ന്, അത് ഒന്നാമതൊരു ഒരു ഫംഗ്ഷൻ നടക്കുന്ന വീട് കൂടിയാണ്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഭയങ്കര എളുപ്പത്തിൽ അങ്ങനെ നടന്നു പോകുന്നത് എനിക്ക് അങ്ങനെ സങ്കല്പിക്കാൻ, നമ്മൾ ആരും അങ്ങനെ ചെയ്യില്ലല്ലോ. നമ്മള് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ പരമാവധി ഞാൻ വിചാരിച്ച 1-2 പോയിന്റുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നടന്നു പോകുന്ന വഴി ഭയങ്കര എംപ്റ്റി ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല. ഈ ഫോൺ കോളിലൂടെ മാത്രം അത് പോവാൻ പാടില്ല. എന്നാൽ ഈ ഫോൺ കോളിനകത്തുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും വേണം എന്നുള്ള ഒരു കൺസേൺ. പിന്നെ പരമാവധി നമ്മള് ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാല് നമ്മള് ആ സിറ്റുവേഷന് ചുറ്റുവട്ടത്തും എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടോ, അത് ഇപ്പോ കോ ആക്ടേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, അതിനെയൊക്കെ മാക്സിമം ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ആ സീനിൽ ഞാൻ മാക്സിമം അതിന് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. കാരണം ഞാൻ കുഞ്ഞപ്പേട്ടനോട് സംസാരിച്ച് അവിലെടുത്ത്, അവിന്റെ ഒരു കഥ വലിയ കഥയുണ്ട്. അത് പക്ഷെ അവില് തിന്നതെന്ന് എനിക്ക് മതിയായിട്ടുണ്ട്. ഞാൻ ഈ സീനിന് വേണ്ടിയിട്ട് കുറച്ച് അവിലെടുത്ത് വായിലിട്ടതാ. പക്ഷെ പിന്നെ എനിക്ക് ആ അവിൽ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിൽ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. എന്നിട്ട് രാജശേഖരൻ ഒരിക്കൽ എന്നെ ചീത്ത പറഞ്ഞു, നിന്റെ മെത്തേഡ് ആക്ടിങ് കാരണമാണ് ഇത് പറഞ്ഞത്. അപ്പം ഞാൻ ഇത്രേ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളൂ. ഏത് സീൻ ചെയ്യുന്ന സമയത്തും ആ സിറ്റുവേഷനിൽ ആ ഫ്രെയിമിനകത്ത് എന്റെ കൂടെ വേറെ എന്തൊക്കെയുണ്ട്, അതിപ്പോ ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും അതിനെ എങ്ങനെ എനിക്ക് ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കൂടുതലായിട്ടും എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കാറ്. അപ്പൊ ഈ സീൻ തോന്നുന്നു കുറച്ചുകൂടി അതിന്റെ പോസിബിലിറ്റി കൂടുതലുള്ള ഒരു സീനായിരുന്നു. അതായിരിക്കാം ചിലപ്പോൾ അത് രസമായിട്ട് വരാനുണ്ടായ ഒരു കാര്യം. രസമായിട്ടെന്ന് മാത്രല്ല, സിനിമ പിഡ് ഹിയർ മൊമെന്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം.
വളരെ ശരിയാ. അത് ഇപ്പൊ ഈ പറഞ്ഞ അതിന് മുമ്പേ എനിക്ക് ഈ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അതായത് കോ ആക്ടറിന്റെ ഒരു സംഭവം ഉണ്ട്. ഈ ഫോൺ കോൾ നമുക്ക് അത്ര റിയൽ ആണെന്ന് തോന്നുന്നതും ഫോൺ കോളിന് മുൻപുള്ള അക്ഷയുടെ പെർഫോമൻസും ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിലും വർഷ അമ്മയുടെ അടുത്തുള്ള ഒരു ഇവിടെയും ഈ പോകുന്ന പോക്കിലും അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, കഴിച്ചോളൂ ഇപ്പൊ വരാന്ന് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പൊ അമ്മയായിട്ട് അപ്പൊ അവര് തരുന്ന റിയാക്ഷൻ, അപ്പൊ ഈ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് നമ്മളുടെ പെർഫോമൻസ് ശ്രദ്ധിക്കും, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുടെ ഒരു സംഭവം കൂടി ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെയുള്ള മൊമെന്റ്സ് ഒന്ന് ഉറപ്പായിട്ടും. ഓർക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അക്ഷയ്ക്കാണെങ്കിലും ചാരുവിന്റെ കാരണം ചാരു ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവത്തിലേക്ക് വർഷം ഇങ്ങനെ കാതോർത്ത് അങ്ങനെ പോകുന്ന കുറച്ച് സാധനങ്ങൾ, സോറി, അക്ഷയ് കാതോർത്ത് പോകുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതും അതായത് കോ ആക്ടേഴ്സും ആയിട്ടുള്ള ഒരു സംഭവം രണ്ടുപേരും പറയണേ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ ഒരു സീൻ ഡിസ്ക്രിപ്ഷൻ അങ്ങനെ ഒരു മുൻകൂട്ടി തരുന്ന ഒരു പ്രോസസ് ആയിരുന്നില്ല ഈ പടം. ഓൺ ദ സ്പോട്ടിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നിനക്കൊരു അവൾക്കൊരു ഫോൺ കോൾ വരുന്നു, അപ്പൊ നീ അത് ശ്രദ്ധിക്കുന്നു, കുറച്ച് നാണം വരുന്നു, നാണിച്ചു കഴിഞ്ഞിട്ടാണ് റിയലൈസ് ചെയ്യുന്നത് അത് കുമാറാണെന്നുള്ളത്. അപ്പൊ അവിടെ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല ഈ ക്യാരക്ടറും കുമാറുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പൊ ഞാൻ എന്തിനാണ് ഇത്ര അനോയിഡ് ആവുന്നത്, ഞാൻ എന്തിനാ വിഷമിക്കുന്നത്, അവളുടെ പുറകെ ഇങ്ങനെ പേ പിടിച്ച പോലെ ഞാൻ നടന്നത് എന്തിനാണെന്നൊക്കെ ആ ഫോൺ കോൾ കഴിയുമ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് കുമാറിനോട് എന്നുള്ള ഒരു സാധനം അപ്പോഴും എസ്റ്റാബ്ലിഷ് ആവുന്നത്. അപ്പൊ ചാരുവിന്റെ മൂവ്മെന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചാരു ഇങ്ങനെ ഫോൺ കോൾ കഴിഞ്ഞ് ഇറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ ധൃതി പിടിച്ച് അവളുടെ പുറകെ ഇറങ്ങി ഓടുന്നതും ഞാനും വരാം കൂടെ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ യെസ്, അവളുടെ ആ ഒരു ഇൻപുട്ട് വളരെ ഇമ്പോർട്ടന്റ് തന്നെ ആയിരുന്നു. അത് ഭയങ്കര സട്ടിലായിട്ടുള്ള സാധനങ്ങളാണ് ചാരുവിടെ. അപ്പൊ എനിക്ക് തോന്നുന്നു പട്ടടയില് സെൻസിബിൾ ആയിട്ടുള്ള 2-3 പേരിൽ ഒരാളാണ് ചാരു. അവനാ ജയന്തി ചേച്ചിന്റെ മകള് ചാരുന്റെ അടുത്ത് പറഞ്ഞിരിക്കുകയാണത്രേ. ക്യാൻ വി മേക്ക് ലവ്? ബാക്കി എല്ലാവരും ഭയങ്കര എക്സെൻട്രിക് ആയിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. ഞാൻ മാത്രമാണ് ഒരു നോർമൽ രീതിക്ക് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണോ അങ്ങനെ തന്നെ വളരെ നോർമലായിട്ട് പെരുമാറിയാൽ മതി എന്നുള്ളത് തന്നെയായിരുന്നു എനിക്ക് തന്നൊരു ബ്രീഫ്. അപ്പൊ ചാരുവും സുട്ടൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം കൊടുക്കുന്ന ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ ചാരുവിന്റെ വളരെ സട്ടിൽ ആയിട്ടുള്ള സാധനങ്ങള് അതിന് കൗണ്ടർ ചെയ്യുന്നത് നമ്മുടെ എക്സ്ട്രീമിറ്റി കൊണ്ടായിരിക്കണം. സട്ടിലായിട്ട് ചാരു തരുന്ന ഒരു സാധനം നമ്മൾ അതിന് എക്സെൻട്രിക് ആയിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കുന്നു. നമുക്ക് പോലും അറിയില്ല അത് എന്തിനപ്പൊ ഞാൻ ഇത്ര ഓവറാക്കി അതില് ആ ഒരു റിയാക്ഷൻ എന്തിനാണ് ഞാൻ ആ റിയാക്ഷൻ ഇത്രയും ഹൈപ്പർ. യെസ്, ഇതൊരു കാരിക്കേച്ചർ ആണ്, അവിടെ അങ്ങനെ ആയിരിക്കണം. പകരം ഞാൻ ജെന്യൂൻ ആയിട്ട് വിഷമിക്കുകയോ ജെന്യൂൻ ആയിട്ട് സുമയോട് കാര്യങ്ങളോ പറഞ്ഞു ചെയ്താൽ ചിലപ്പോൾ എന്റെ ഇമോഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. അതിനവിടെ പ്രസക്തി ഇല്ല. ആ ഒരു റിലേറ്റബിലിറ്റിക്ക് അവിടെ ഒരു പ്രസക്തി ഇല്ല. അതൊരു കാരിക്കേച്ചർ ആയിട്ട് അത് അങ്ങനെ പോവന്നെ വേണം എന്നുള്ളൊരു സാധനം. പിന്നെ ഫോൺ കോൾ ചെയ്യണ സമയത്ത് എനിക്ക് കൂടെ ഉണ്ടായിരുന്നത് ഒരു ഫാർട്ട് സൗണ്ടും പിന്നെ വാഷ് ബേസിന്റെ ഫ്രണ്ടില് കുറച്ച് ഛർദിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഓക്കാനം വരുന്നതും ജീവിതം തന്നെ വെറുത്തു എന്നൊക്കെ തോന്നുന്നത്. അപ്പോ ഓരോ ചെറിയ 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 എലമെന്റ്, ആ ആർട്ട് വർക്ക് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു കൊടയും വടിയും ബാഗും ഒക്കെ ഉണ്ട് പ്രോപ്സ് ആയിട്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ തന്നെ വേണം എനിക്ക് കുറച്ച് ശ്രദ്ധയൊക്കെ വേണം അതിന്. അതെല്ലാം കയ്യിലൊക്കെ പിടിച്ച് ഫോണെല്ലാം നോക്കി, മിറർ നോക്കി, മിററിനെ ചീത്ത പറഞ്ഞ്, ഛർദില് നോക്കി ഓക്കാനിച്ച്, അതിന്റെ ഇടയ്ക്ക് വരുന്ന സൗണ്ടിന് റിയാക്ഷൻ കൊടുത്ത്, എനിക്ക് തോന്നുന്നു ആ ടൈമില് എന്നെ കൗണ്ടർ ചെയ്യാൻ സഹായിച്ച സാധനങ്ങൾ, ആ എലമെന്റ്സ് അതൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. ശരിയാണ് കേട്ടോ. ആ ഒരു ബാലൻസിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ടിന്റെ സെറ്റിലായി പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് രജിസ്റ്റർ ആവുകയില്ല ഒരു പക്ഷെ. വെരി നൈസ്. ഇത് കണ്ടിട്ട് സിനിമയുടെ ഇടയ്ക്ക് ഈ വർഷയ്ക്ക് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. അതായത് ഈ അമ്മയായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അമ്മയോട് ഈ സംഭവം പറയുന്നത് ഇത് ഇന്നതാണ് സംഭവം, മെസ്സേജ് ഇന്നതാണെന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോ പറഞ്ഞ പശുവിന്റെ പുറകെയുള്ള ഒരു ഓട്ടം, ഇതൊക്കെ സിനിമ കണ്ടപ്പോ എന്താ തോന്നിയത്? ഞാൻ ഫസ്റ്റ് ടൈം പടം കണ്ടു കഴിഞ്ഞ് ഓക്കെ, നമ്മളെ ആദ്യമായിട്ട് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞ് ഓക്കെ, സന്തോഷമായി, നൈസ്, നന്നായിട്ടുണ്ട്. ഇത് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ സുമയും വർഷമായിട്ടുള്ള സാധനങ്ങളാണ് വരുന്നത്. ആക്ച്വലി ഇവരെ ലൊക്കേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ലൊക്കേഷനിൽ ഇവരുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത്രയും ഡെപ്തിലാണ് ഈ സാധനം പോകുന്നത്.
വർഷ ലൊക്കേഷനിൽ ചേച്ചീനെ അമ്മ എന്നാ വിളിക്കുക. ലൊക്കേഷനിലല്ല, ഇപ്പോഴും ചേച്ചീനെ അമ്മ തന്നെയാണ് വിളിക്കുക. സുമിത്ര ചേച്ചിന്റെ മകൻ കുമാറില്ലേ? ആ, അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പടം കണ്ടതിന് ശേഷം. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അമ്മ ഇവരപ്പോ ഏതെങ്കിലും വഴിയിൽ ഇവർക്ക് ബന്ധമുണ്ടോ? ഓക്കെ, ഇവര് ക്യാമ്പിനൊക്കെ വന്ന് കുറെ നാളായി പരിചയപ്പെട്ട്, എനിക്ക് തോന്നുന്നു ഏറ്റവും ലേറ്റ് ആയിട്ട് വന്ന ഒരാളാണ് ഞാൻ ആ ക്രൂവിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ ഓക്കെ, ക്രൂവില് നേരത്തെ ഇവര് പരിചയപ്പെട്ടതായിരിക്കും, അതായിരിക്കും. പിന്നെ അറിയുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു ബോണ്ടിങ്ങും ഇവരുടെ ഈ ഒരു ഡൈനാമിക്സും കണ്ടപ്പോഴാണ് അത് വേറെ ആർക്കും റിപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഡൈനാമിക്സ് ആയിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്ന സാധനം. അപ്പോ പിന്നെയുള്ള സ്പോണ്ടേനിറ്റി, ആ ഒരു ടൈമിംഗ് ആയാലും ശരി, കണ്ണുകൊണ്ടൊക്കെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയാം. അതാ ഞാൻ പറഞ്ഞു, സിനിമ പീക്ഡ് ഹിയർ എന്നുള്ള മൊമെന്റ്, ആ ഫീലിംഗ് എനിക്ക് ഉണ്ടായത് ആ ഒരു കോമ്പിനേഷൻ സാധനമൊക്കെ കണ്ടതിന് ശേഷമാണ്. ആ ഓട്ടവും ആ വീഴ്ചയും. വർഷ പോയി അമ്മയോട് പറയുന്നു, മാട് പോയത് നമ്മുടെ ആണെങ്കിലും മാനം പോവാൻ പോണത് റിയലി ഗുഡ്. സിനിമാ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള നാഷണൽ ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയല്ലേ അത്? അതെ. അത് ഭയങ്കര എന്താ വെച്ചാ, ഈ സിനിമയിൽ നമുക്ക് ഇത് ഒരിക്കലും വേറെ കുറച്ച് ആൾക്കാരുടെ ഒരു സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊക്കെ പൈസക്ക് പണിയെടുക്കുന്നു എന്നൊരു ഫീലിങ് ഒരിക്കൽ പോലും ഒരു പോയിന്റിൽ പോലും നമ്മളെ ഒരു തരത്തിലും അലട്ടിയിട്ടില്ലാത്ത ഒരു വിഷയം അത്. ഇതിൽ ഓരോ ആൾക്കാരും എനിക്ക് ഭയങ്കര ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം അത്. എനിക്ക് അങ്ങനെ എന്റെ കാര്യം മാത്രമായിട്ട് പറയാൻ തോന്നുന്നില്ല. എല്ലാ ആൾക്കാരും അവരുടെ സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ സാധാരണ നാടകം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാറുള്ളത്. നാടക ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ സങ്കടവും, ആ പ്ലേ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ നമ്മൾ മിസ് ചെയ്യും ആൾക്കാരെ. അങ്ങനെ ആ ഒരു ഫോമിനകത്താണ് ഞാൻ ഇത്രയധികം ആളുകൾ പരസ്പരം സ്നേഹിക്കുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ഈ ടോട്ടൽ സിനിമയുടെ ത്രൂ ഔട്ട് പ്രോസസ്സിനകത്ത്. അതൊരു അത്ര പെട്ടെന്ന് നമുക്ക് അങ്ങനെ തേച്ചു മാറ്റി കളയാൻ പറ്റുന്ന ഒരു ചരിത്രമല്ലത്. അതിവിടെ നിലനിൽക്കും. ആ ഓർമ്മയും അതിന്റെ പിന്നാമ്പുറത്ത് പണിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു അത് ഇവിടെ ഉണ്ടാവും കുറച്ചധികം സമയം. അല്ല, ഞാൻ ഒരു എക്സ്പീരിയൻസിങ് എ ഫിലിം എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഒരു ഔട്ട്കം, ഓഫ് കോഴ്സ് വർഷ പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റ് ആണ്. കാരണം അത് ഉള്ളത് കൊണ്ട് ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ സമയത്താണ് ഞാൻ രാജേഷിനെ കുറിച്ച് ഇതുപോലെ ഒരുപാട് കേട്ടിട്ടുള്ളത്. അതായത് അവരൊക്കെ എല്ലാവർക്കും ഒരു ഫാമിലി ഫീല് ഉണ്ടായിരുന്ന അതിന്റെ ഒരു ഔട്ട്കം അതിൽ കാണുന്നുണ്ട് സിനിമ കാണുമ്പോൾ. അത് വളരെ വാലിഡ് പോയിന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഈ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഓഡിയൻസിന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് പറയുന്നത് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നി. സോ ഇഫ് യു കുഡ് കമന്റ് അബൌട്ട് ദാറ്റ്. അതായത് എനിക്ക് തോന്നുന്നു ഈ സിനിമ ഭയങ്കര പുതിയൊരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് ഭയങ്കര നമ്മളുടെ എങ്ങനെയൊക്കെ ഞാൻ പറയാം, ഇതിന്റെ അപ്രോച്ചിനകത്ത് ഭയങ്കര ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉണ്ട്. അതങ്ങനെ നമ്മളുടെ നാട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ക്വാളിറ്റി അല്ല ആ സിനിമ മുന്നോട്ട് വെക്കണേ. അതിന് കുറച്ചുകൂടി ഭയങ്കര ഇപ്പൊ നമ്മള് കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ആ സിനിമയില്. അപ്പം അതിനെ ഇങ്ങനെ കണ്ടിരിക്കാൻ ഇപ്പൊ തിയേറ്ററിൽ വിഷ്വലി അത് ഭയങ്കര രസമുള്ള ഒരുപാട് മൊമെന്റുകൾ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് ആസ് ആൻ ഓഡിയൻസ്. പിന്നെ എനിക്ക് തോന്നുന്നു അതങ്ങനെ കൃത്യം ഒരു ഓഡിയൻസിനെ, ഒരു സ്പെസിഫിക് ഓഡിയൻസിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ അല്ല. അത് എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും കാണാനും അവരവരുടെ രീതിയിൽ അതിനെ കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു വൈഡർ ആയിട്ടുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ട് ഈ സിനിമയ്ക്ക് എന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. ഞാൻ ഇതൊക്കെ പറയുന്നേ ഉള്ളൂ, എനിക്ക് ഇങ്ങനെയാണ് സിനിമയെ പറ്റി തോന്നണേ. നീ ബാക്കി അക്ഷയ പറ. ശരി, നിനക്കിരിക്കട്ടെ ഇനി കുറച്ച്. അവള് പറഞ്ഞ പോലെ ഈ സിനിമയോടുള്ള
ഇതിലെ ആർട്ടിസ്റ്റുകളുടെയും ക്രൂവിന്റെയും അപ്രോച്ച് പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് മുമ്പ് എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഒരു ഫസ്റ്റ് ടൈമർ എന്നുള്ള നിലയിൽ ഇതിനോടുള്ള അപ്രോച്ച് ഭയങ്കര വൈൽഡ്, ക്രേസി ആൻഡ് ഇന്നോവേറ്റീവ് ആണ് ഈ സിനിമയോട്. ഇപ്പോ രാജേഷേട്ടനായാലും രവിയേട്ടനായാലും ഇവർ തന്നെ പറയും, എടാ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു വട്ടുണ്ടല്ലോ, ഭയങ്കര റോ ആയിട്ടുള്ള ഒരു സാധനം, അതങ്ങട് ജെനുവിനായിട്ട് ഒരവിടെ പ്ലേസ് ചെയ്ത് പുതുമുഖങ്ങളിൽ നിന്ന് പുള്ളിക്ക് ഒരു പൊട്ടൻഷ്യൽ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ളൊരു സാധനം രാജേഷേട്ടന് ഉണ്ട് ആയിരുന്നു എന്റെ ഫൈൻഡിങ്. ഓക്കെ, ഒരു ക്യാരക്ടറിന് ആ ക്യാരക്ടറിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാഞ്ഞിട്ട് കൂടി ആ സിനിമയിൽ ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആ ക്യാരക്ടറിന് പറ്റും. ആ പൊട്ടൻഷ്യൽ പുള്ളിക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഫൈൻഡിങ് ആണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം പട്ടട നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് പട്ടട ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നൊന്നും നമുക്കതിനെ മാറ്റിക്കളയാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ ഒരു അണ്ടർസ്റ്റേറ്റ്മെന്റ് ആയിപ്പോവും. അതിനപ്പുറം എന്തോ ഒന്നുണ്ട് ആ ഒരു സിനിമയുടെ മേക്കിങ്ങിലും അതിന്റെ ഔട്ടിലും അതിന്റെ ഹാർഡ് വർക്കിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു വർഷയ്ക്ക് കൂടുതൽ അത് എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനമായിരിക്കും. ഏറ്റവും കൂടുതൽ ടൈം ആ ലൊക്കേഷൻ അത് കണ്ടും ഇരുന്നിട്ടൊക്കെ ഉള്ളതുകൊണ്ട് തോന്നുന്നു. ഹാർഡ് വർക്ക് ഉണ്ട്. ഹാർഡ് വർക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ പുറകിൽ കുറച്ചധികം എല്ലാവരും പണിയെടുത്താൽ മാത്രമേ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായി വരുള്ളൂ. എനിക്ക് പക്ഷെ ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെസിഫിക്കലി ഞാൻ ഭയങ്കരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് എൻ്റെ അമ്മയുടെ. വിജയലക്ഷ്മി എന്നാണ് എൻ്റെ അമ്മയൊക്കെ ചെയ്തിട്ടുള്ള ആളുടെ പേര്. അവര് ഞാൻ പല സമയത്തും ഞെട്ടിപ്പോയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആട്ടോ അവര്. ഒരു മുൻപ് എക്സ്പീരിയൻസുകൾ ഇല്ലാത്ത സാധാ പണിയൊക്കെ എടുത്ത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ് അവര്. അങ്ങനെ ഒരാളാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പം അവരതിനകത്ത് ഇട്ടിട്ടുള്ള എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. അവര് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവര് കാരണമാണ് നമുക്ക് ഒരുപാട് നല്ല രസമുള്ള എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം നല്ലതായിട്ട് ഉണ്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് അവരുണ്ടായിട്ടുണ്ട്. അമ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവര് അതിന്റെ പുറത്തുണ്ട്. അവർ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, എത്ര സമയം വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള. ഞാൻ കുറച്ച് ഒബ്സസ്ഡ് ആണ്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ പിടിക്കും. ഞാൻ അങ്ങനെ പെട്ടെന്ന് വിട്ടിട്ട് പെട്ടെന്ന് ഓടിപ്പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ അല്ല ഞാൻ കുറച്ച് അതിന്റെ പുറകിൽ ഇങ്ങനെ എനിക്ക് പണിയെടുത്തുകൊണ്ടിരുന്നിട്ട് പോയി ചെയ്യാനേ എനിക്ക് പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഞാൻ ചിന്തിച്ചുകൊണ്ടെങ്കിലിരിക്കും. അപ്പൊ എന്റെ അത്തരം എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുകയും അതിന്റെ കൂടെ തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കും. അങ്ങോട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ. അങ്ങനെ ഞങ്ങളുടെ ഒരു റിഹേഴ്സൽ ടൈം ഉണ്ട് ഞങ്ങളുടെ മാത്രം. അതൊക്കെ ചിലപ്പോൾ വേണ്ടെന്നൊക്കെ വെച്ചുള്ള സമയങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനല്ല പ്രാധാന്യം. നമ്മൾ അത് ചെയ്യാൻ ഒരാൾ നമ്മളെ കൂടെ ഉണ്ടാവുക. മീൻസ് ഐസ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്നത് സിനിമയിൽ നമുക്ക് അങ്ങനെ എന്താ പറയാ, നമ്മൾ അതിന് എഫേർട്ട് ഇടണം. ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളും കൂടെ അതിന് അകത്തോട്ട്. ഇപ്പൊ ഞാനും അമ്മയും തമ്മിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയും മോളും ആണെന്ന് അറ്റ്ലീസ്റ്റ് ഒരു തോന്നൽക്കിലുണ്ടാവണല്ലോ. അതിന് ഞാൻ മാത്രം വിചാരിച്ചാലും കാര്യമില്ല. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മ വിജയലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ആളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നും ജീവിതത്തിൽ എനിക്ക് വേണ്ടപ്പെട്ട, എന്നെ ഭയങ്കര ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്നെ ഭയങ്കര സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ത്രീ അവരാണ്. അവരുടെ ഹാർഡ് വർക്കിംഗ് ആണ് ഞാൻ ഓർക്കുന്നത്. എല്ലാവരെയും ഞാൻ ഓർക്കുന്നുണ്ട്. എല്ലാവരോടും എനിക്ക് ഭയങ്കര ബഹുമാനം ഉണ്ടാക്കാത്തത്. പക്ഷെ അമ്മ ഇസ് സംതിങ് ഓൾവേസ് സ്പെഷ്യൽ. ബിയോണ്ട് അതിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു വസ്തുവുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിയെയും അവരുടെ പെർഫോമൻസിനെ ഒക്കെ കൂടി ബഹുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഐ തിങ്ക് ഇറ്റ്സ് വെരി
വെരി ഇൻസ്പയറിംഗ് ദാറ്റ് വേ. ഭയങ്കര സുഖമുണ്ട് കേൾക്കാനായിട്ട്. എനിക്ക് അക്ഷയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. ലൈക്ക് പാലക്കാട് തന്നെയാണോ? പാലക്കാട് തന്നെയാണ്, പാലക്കാട്. പാലക്കാടാണ് ഓക്കെ ഓക്കെ പഠിച്ചതും വളർന്നതും ഒക്കെ പാലക്കാട് തന്നെയാണ്. ഓക്കെ. ഈ ഓഡിഷന്റെ കാര്യം കൂടി ഒന്ന് പറയൂ. യാദൃശ്ചികമായിട്ടാണ് ഞാനിത് നമ്മൾ ആദ്യം കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ദീപ്തി കാരാട്ടനെ, ഈ സിനിമയുടെ അസോസിയേറ്റ്, അതായത് രാജേഷ് ചേട്ടന്റെ പാർട്ട്ണർ ദീപ്തി കാരാട്ടനെ മീറ്റ് ചെയ്യുന്നത്. ദീപ്തി എന്റെ സീനിയർ ആയിരുന്നു സ്കൂളിൽ. അപ്പോ റാൻഡംലി ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ചാ ഞങ്ങൾ കാണുന്നത്. അപ്പോ ബാക്കിൽ വന്നിങ്ങനെ ഓർമ്മ പുതുക്കിയതാ. എന്നെ ഓർമ്മയില്ലേ ചോദിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നമ്മൾ ഹഗൊക്കെ ചെയ്ത് ഓക്കെ കാണാം എന്നൊക്കെ പറഞ്ഞു. നമ്പർ പോലും എക്സ്ചേഞ്ച് ചെയ്തില്ലായിരുന്നു ആ ടൈമിൽ. എന്നിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് ദീപ്തി എന്നെ വിളിക്കുന്നത്. എടാ, ഇവിടെ രാജേഷ് ചേട്ടന്റെ ഒരു സിനിമ നടക്കുന്നുണ്ട്, അതിന്റെ വർക്കിലാണ്, ഓഡീഷൻസ് ചെയ്യുന്നുണ്ട്, നീ ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, താല്പര്യമുണ്ടോ, സിനിമയിലേക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു താല്പര്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ഓഡീഷനിൽ കിട്ടണം. അങ്ങനെ ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു, പോസിറ്റീവാണ്. കണ്ടിട്ട് എന്നെ കിളി പോയിട്ടിരിക്കട്ടെ. ആക്ച്വലി പടം കണ്ടിട്ട് ഗംഭീരം എന്താ പറയാ, മാജിക് ആണ് രാജേഷേട്ടൻ്റെ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഒരു ആക്ടേഴ്സിന്റെ അടുത്തും കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദേ ആർ ഓൾ വാച്ചിങ് ദ ഫിലിം ഫോർ ദ ഫസ്റ്റ് ടൈം നൗ. ഇവർക്കൊക്കെ ഇവരുടെ ഭാഗം മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ തന്നെ ഭയങ്കര സർപ്രൈസ് ആണത്. ഇവരുടെ ഭാഗം മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. സോ സിനിമ എന്താന്നൊക്കെ ഇല്ല, ക്യാരക്ടർ മാത്രം എന്താണെന്ന് പറയും, ബാക്കി ഞങ്ങൾക്ക് കഥാപാത്രങ്ങൾ പോലും ശരിക്കും ഡിഫൈൻ ചെയ്യാൻ അറിയണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഒരു ഇല്ല, ഞങ്ങൾ തന്നെ ആയിരുന്നല്ലോ അതിന്റെ പേര്. താങ്ക് യു. പെണ്ണും പൊറാട്ടിലെ പെണ്ണുങ്ങൾ. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. വെരി ഗുഡ്. രണ്ടുപേരോടുള്ള ഒരു ചോദ്യം, അതായത് ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഹൗ മച്ച് മിസ്സിംഗ് ഇറ്റ് വുഡ് ഹാവ് ബീൻ? അത് പിന്നീട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചായിരുന്നു. ഞാൻ ഇടയ്ക്ക് ആലോചിക്കുമായിരുന്നു, ഞാൻ ഈ സിനിമയിൽ ഇല്ലാതിരിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിരുന്നു. എൻ്റെ ആ സമയത്തെ സിറ്റുവേഷൻ വെച്ച് സിനിമയിൽ ഇല്ലാതിരിക്കാനുള്ള സാധ്യതയായിരുന്നു ഒരു 80% ഉണ്ടായിരുന്നത്. പിന്നെ അവസാനത്തെ 20-ൽ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സ് തീരുമാനിച്ചു എന്ന് പറയില്ലേ, സത്യം പറഞ്ഞാൽ അങ്ങനെയാ സംഭവിച്ചത്. എന്റെ ഡിസിഷന്റെ അപ്പുറത്തേക്ക് ഭയങ്കര നമ്മളെ എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ കൊണ്ട് എത്തിക്കുക ചെയ്തത്. ഇത് ഞാൻ സിനിമ എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നോ, അല്ലെങ്കിൽ ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങളെ പറ്റിയിട്ടോ അങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ്സിനെ പറ്റിയിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സമയമായിട്ടാണ് ഈ സിനിമ എനിക്ക് എന്നും ഓർമ്മയുണ്ടാവും. അത് ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഒരു സമയമായിട്ട് അത് മാറിയേനെ. അത് വർഷ പറഞ്ഞത് ശരിയാണ്. കാരണം ഇതിന്റെ പോസ്റ്റർ, കാസ്റ്റിംഗ് കോൾ പോസ്റ്റർ ഏതോ ഒരു മൊമെന്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഓർമ്മ. അപ്പൊ അത് ഞാൻ കാണാതെ പോയിട്ടും ദീപ്തിക്ക് എന്നെ കാണാനും വിളിക്കാൻ തോന്നാനും ഞാൻ ആ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ തോന്നാനും അവിടെ എത്തി സിനിമ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിലുപരി ഒരു വലിയൊരു സൗഹൃദം ഇതിനെ അടിസ്ഥാനമാക്കി ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഒരു ഭീകര നഷ്ടമായി പോയേനെ ഇതില്ലായിരുന്നുവെങ്കിൽ. എനിക്കറിയില്ല ലൈഫ് ഏത് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നുള്ളൊരു സാധനം എനിക്കറിയില്ല. പക്ഷെ ഒരു മൈൽ സ്റ്റോൺ ആണ്, ഒരു ഭയങ്കര ഓർക്കാൻ രസമുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് പെണ്ണും പൊറാട്ടും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമുക്ക് എപ്പോഴും ഏറ്റവും നല്ല മനുഷ്യന്മാരുടെ കൂടെ നമ്മൾ ഒരു പരിപാടി തുടങ്ങുന്നതാണ് ആ പരിപാടി വീണ്ടും ചെയ്യാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം എനിക്കൊരു 20 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ആദ്യമായിട്ട് നാടകത്തിലേക്ക് വരുന്നത്. അപ്പം അന്ന് നാടകം എന്നെ പഠിപ്പിച്ചിരുന്നത് എൻ്റെ കൂടെ നിന്നുണ്ടായിരുന്ന ശരത് രേവതി എന്ന് പറയുന്ന ഒരു നാടകക്കാരനായിരുന്നു. മൂപ്പരോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ്, മൂപ്പര് ചെയ്യുന്ന പരിപാടിയോട് കാണിക്കുന്ന ഒരു എന്താ പറയാ ഭയങ്കര കമ്മിറ്റ്മെന്റ് കാരണമാണ് ഞാൻ പിന്നീട് നാടകത്തിലേക്ക് തന്നെ ഇറങ്ങുന്നത്. എൻ്റെ ജീവിതം തന്നെ ആ രീതിയിലേക്ക് തിരിയുന്നത് ശരത് രേവതി എന്ന് പറയുന്ന അയാളാണ് എൻ്റെ മാസ്റ്റർ എന്നുള്ളതുകൊണ്ടാണ്.
അയാളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ നാടകത്തിലേക്ക് ഇങ്ങനെ പോണത്. അതേപോലെ അത് നല്ലൊരാളുടെ കൂടെ തുടങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു മൊമെന്റ് അത്. അപ്പൊ സിനിമയിൽ രാജേഷ് ചേട്ടന്റെ പോലെ ഒരാളുടെ കൂടെ ഒരു സിനിമ തുടങ്ങാൻ പറ്റുക എന്ന് പറയുന്നത്, എനിക്ക് ശരത്രേവതിയുടെ കൂടെ നാടകം തുടങ്ങാൻ പറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ലൈഫിൽ. അതുകൂടി ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന് പറയാം. ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം, ഈ റിലീസിനൊക്കെ ശേഷം എൻ്റെ അടുത്ത് കുറച്ച് പേര് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. യു ഹാവ് റീച്ച്ഡ് ടു ദ റൈറ്റ് ഹാൻഡ്സ്. ആ ഒരു പോയിന്റ്, ഒരാളെന്നല്ല, നല്ലൊരു സ്ഥലത്താണ് നീ തുടങ്ങിയിരിക്കുന്നത്, എത്തിപ്പെട്ടത് നല്ലൊരു സ്ഥലത്താണ്. അപ്പോ എന്തുകൊണ്ടത് നന്നാവും എന്നുള്ളൊരു സാധനം. ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഒരു പക്ഷേ തിയേറ്ററിൽ ആളുകൾക്ക് സാധാരണ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ബിഗ് ബഡ്ജറ്റ് പടം അല്ലെങ്കിൽ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ പടങ്ങളുടെ അങ്ങനെയാണ് പൊതുവെ ഇപ്പോ അടുത്ത കാലത്തൊക്കെ തിയേറ്ററിൽ സിനിമ പോയി കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പെണ്ണും പൊറാട്ട് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഇതുവരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത, ഞാനത് വീണ്ടും വീണ്ടും പറയണത്, എനിക്ക് രാജേഷിന്റെ ഒക്കെ ഒരു ഐ ബീൻ ഫോളോയിങ് ഹിം. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ഡിജിറ്റൽ സമയത്താണ് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ള ഒരുവിധ ആളുകളായിട്ടും ടെക്നീഷ്യൻസുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആളുകളെ ശരിക്കും മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് പെർഫോം ചെയ്യിക്കുക. ഇപ്പൊ പറഞ്ഞല്ലോ, ക്യാരക്ടറിന്റെ പൂർണ്ണ ഇതുപോലും പറയാതെ ചെയ്യാന്ന് പറയുന്നത്. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് അതൊക്കെയാണ് എനിക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സിൽ കാണുകയും നേരത്തെ അക്ഷയ പറഞ്ഞോട് വീണ്ടും വീണ്ടും കാണുകയും ചെയ്യേണ്ട ഒരു സിനിമ എന്ന് തോന്നുന്നുണ്ട്. സോ അബൌട്ട് രാജേഷ്, രവി, ടീം, സബിൻ, സോ വൺസ് അഗെയിൻ അവരുടെയൊക്കെ നിങ്ങളൊക്കെ ടീം അപ്പ് ചെയ്ത് ഇനിയും ഒരുപാട് പ്രൊജക്ട്സ് വരട്ടെ. പറയും. ഒരു കാര്യം ഇതിൽ പറയാനുള്ളത്, രാജേഷ് ചേട്ടൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈവൻ സബിൻ ചേട്ടൻ ആയാലും രവിയേട്ടൻ ആയാലും ഇവർ ഓരോ ആളുകളും നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. സബിൻചേട്ടന്റെ ക്യാമറ കൊണ്ടുള്ള ഡീലിങ്ങുകൾ വളരെ വളരെ എന്താ പറയാ, നല്ല രസം ആളുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ. ഭയങ്കരമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ട രീതിയിൽ എന്നാ കൃത്യം കാര്യവും പറയും. എല്ലാവർക്കും ഒരു എടുപ്പ് ഉണ്ടാവണം സ്ക്രീൻ എന്നുള്ള തോന്നലാണ്. അതായിരുന്നു എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. പോകെ ആ ലൊക്കേഷനും കൂടെ റിവീലായി സീനോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ തീരുമ്പോ നമ്മുടെ അകത്ത് ഓപ്പണായി വരണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇതെന്താ വെച്ചാൽ ഇത് ഒരു ദിവസം നടക്കുന്ന സിനിമയാണല്ലോ. അപ്പൊ രാവിലെ തുടങ്ങി വൈകിട്ടാവുന്നതിന്റെ ഇടയിലുള്ള ഒരു സണ്ണിന്റെ ട്രാവല് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളെ മനസ്സിലുണ്ട്. ഭയങ്കര രസമാണ് ഇവരുടെ എല്ലാവരുടെയും കൂടെ പണിയെടുക്കാൻ. ഇപ്പൊ രവിയേട്ടനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യന്മാരെയല്ല, അതുകൊണ്ട് എനിക്ക് ഓരോ ആളുകളെയും വെച്ച് രാജേഷേട്ടനെ മാത്രം പറയുമ്പോൾ എനിക്ക് സങ്കടമല്ല, ഞാൻ ഇവരെ പറഞ്ഞില്ലല്ലോ എന്ന് പിന്നീട് ഇന്റർവ്യൂ കഴിയുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ ഞാൻ പക്ഷെ അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. ശരിക്കും എല്ലാ ആളുകളും ഭയങ്കര ഒരുപാട് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള, എല്ലാ രീതിയിലും നമ്മളെ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് മനുഷ്യന്മാർ ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓൺ സ്ക്രീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരെയും നമ്മൾ എന്താ പറയാ, അവരെല്ലാവരും ഉള്ളതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു സിനിമ ഇത്രയും രസമായിട്ട് വരാൻ പറ്റിയെന്ന് വിചാരിക്കും. ഞാൻ എപ്പോഴും പറയാൻ വിചാരിക്കും, മറന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നു മുതൽ രാജേഷിനെ എനിക്കറിയാം. നമ്മുടെ നൈഫ് ഇൻ ദ ബാറിലും രാജേഷിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നുമുതൽ പരിചയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും കാലം പരിചയമുള്ളത് കൊണ്ടും ഒരേ സിനിമകൾ തന്നെ ഞങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളത് കൊണ്ട് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ നടന്നത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ രാജേഷിനോടല്ല വേറൊരാളോട് ഇത് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് അത്ര എളുപ്പമാവില്ല. പിന്നാമ്പുറ കാഴ്ചകളായിട്ട് ഇറക്കുകയാണെങ്കിൽ ഒരു സിനിമയോളം ഉള്ള ഒരു എന്താ പറയാ, അത്രയും വലിയ സംഭവ വികാസങ്ങളാണ് ഇതിന്റെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. ആ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു ഷോട്ടാണ്, രാജേഷേട്ടൻ ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്യുന്ന സാധനം. അത് തന്നെ ഭയങ്കര സിനിമാറ്റിക് ആണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനം, ഭയങ്കര സിനിമാറ്റിക് ആണ്. അപ്പം ഇതിന്റെ മേക്കിംഗ്, ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ്, സ്റ്റേജിന്റെ ബാക്കിലുള്ള ആളുകൾ തന്നെ സിനിമയാണ്. ആക്ച്വലി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ പെണ്ണും പൊറാട്ടും എന്ന് പറയുമ്പോൾ
ഔട്ട് വന്ന സിനിമ മാത്രല്ല പെണ്ണും പൊറാട്ടും. വർഷ പറഞ്ഞ പോലെ പെണ്ണും പൊറാട്ടും പറയുന്നത് എല്ലാമാണ്. ഈ പറഞ്ഞ എല്ലാ സാധനത്തിന്റെയും ഒരു ഔട്ടാണ് പെണ്ണും പൊറാട്ടും. അപ്പോ അത് മിസ് ചെയ്യാന്ന് പറയുന്നത് മലയാള സിനിമയിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസിൽ ഒന്നായിരിക്കും ഇത് കാണാതിരിക്കുകയാണെങ്കിൽ. മിസ് ചെയ്യാന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷെ അങ്ങനെയായിരിക്കും. നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ആ ഒരു കംഫർട്ടും ഇതും കൊടുക്കുമ്പോൾ അവര് അത്രയും പ്രൊഡക്റ്റീവും അത്രയും ഔട്ട്പുട്ട് തരാൻ പറ്റും സാധ്യതയുണ്ട്. എന്തായാലും വരുന്ന പദ്ധതികൾ എന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല. വർഷ പദ്ധതികൾ ഇല്ല, പദ്ധതികളൊന്നുമില്ല. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു ജീവിതം. വരുന്നത്, ഇഷ്ടപ്പെടുന്നത്, നല്ലത് ഒക്കെ ഇനിയും സിനിമയായാലും നാടകമായാലും പാട്ടാണെങ്കിലും എന്താണെങ്കിലും നല്ല നല്ല സാധനങ്ങളുടെ നല്ല വർക്കുകളുടെ ഭാഗമാവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. നടക്കട്ടെ. ഇപ്പൊ മാർച്ച് 21 to 25 ചാവറ കൾച്ചർ സെന്ററിൽ ഒരു തിയേറ്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അക്ഷയ കൊച്ചിയിൽ പോകുന്നത് ആ ഒരു ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ആ പ്ലേയും കൂടി കാണാം. ഞാൻ കണ്ടിരുന്നു. കണ്ടല്ലേ? പെണ്ണുപൊറാട്ടും. അതെ, പെണ്ണുപൊറാട്ടും നടന്നതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന നല്ല എക്സ്പീരിയൻസുകൾ എന്ന് പറയുന്നത് ഭയങ്കര വെറൈറ്റി സാധനങ്ങളാ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഇത്രയും കാലം എന്തൊരു ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്തായിരുന്നു ഞാൻ മിസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളായിക്കോട്ടെ, ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇവന്റുകളായിക്കോട്ടെ, കാണുന്ന ആൾക്കാരായിക്കോട്ടെ, എൻ്റെ അമ്മ എന്തോ ഒരു എസെൻസ് ഉള്ള ആൾക്കാരാ. ഞാൻ എന്തൊക്കെയാ ഞാൻ മിസ് ചെയ്തുകൊണ്ടിരുന്നത്, എന്തൊക്കെ അനുഭവങ്ങളായിരുന്നു എനിക്കിതുവരെ കിട്ടാതിരുന്നത്. ഒരു നാടകം കണ്ടു, അധികം ഞാൻ നാടകത്തിലൊന്നും അഭിനയിച്ചിട്ടുള്ള ആളല്ല, അധികം നാടകങ്ങൾ അങ്ങനെ കണ്ടിട്ടും ഇല്ല, അതൊക്കെ കുറവാണ്. അത് ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇഷ്ടം പോലെ സിനിമകൾ ഇരുന്ന് തറോവ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്, നാടകങ്ങൾ നേരിട്ട് പോയി കാണുമ്പോൾ കിട്ടുന്ന ഫീലിംഗ്, അവിടെ നിന്ന് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പെണ്ണുമ്പൊറാട്ടും സമ്മാനിച്ച ഒരു വഴിത്തിരിവാണ് ഈ എക്സ്പീരിയൻസ് ഒക്കെ എന്ന് തോന്നുന്നു. വൺസ് അഗൈൻ രണ്ടുപേർക്കും എൻ്റെ ടീമിനും എല്ലാ ആശംസകളും. പെണ്ണുമ്പൊറാട്ടും നല്ല ചർച്ചയാവട്ടെ. ഇനിയിപ്പോ OTT വന്ന സ്ഥിതിക്ക് ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് എടുത്തെടുത്ത് ഡയറക്ടർ ബ്രില്യൻസ് പറയണ പോലെ ആക്ടേഴ്സ് ബ്രില്യൻസും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് പുറത്തു വരട്ടെ. എല്ലാ ആശംസകളും രണ്ടുപേർക്കും. വളരെ സന്തോഷം സംസാരിച്ചതല്ലേ. താങ്ക് യു സോ മച്ച്. ഭയങ്കര മാജിക്കൽ പരിപാടിയാണ് പെണ്ണും പൊറാട്ടും. ഞാൻ ഭീകരമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ ആയിട്ട് തന്നെ വന്നത്. പക്ഷേ ഐ എം ബ്ലോൺ അവേ. സിനിമയിൽ കഥയുണ്ട്, കാര്യമുണ്ട്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഭയങ്കര മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. രാജേഷ് മാധവൻ പൊളിയാണ്. നിങ്ങൾക്കൊന്ന് സാധാരണ സിനിമ എടുത്തുകൂടെ എന്നൊക്കെ, സാധാരണ സിനിമയെ കുറിച്ച് ചിന്തിച്ചൂടെ എന്നൊക്കെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുമായിരുന്നു. അത് പക്ഷേ ഈ ഒരു സമയം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോടൊരു സിനിമയ്ക്ക് ഒരവസരം, ഈ പ്രൊഡ്യൂസർ ഒരു അവസരം തന്നു കഴിഞ്ഞു. ഞങ്ങൾ ഇങ്ങനൊരു കഥയാണ് പറഞ്ഞത്. അതിനെന്തുകൊണ്ടോ സന്തോഷേട്ടന് അതിൻ്റെ കൂടെ നിൽക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഈ സിനിമ സംഭവിക്കുന്നത്. ആക്ച്വലി സന്തോഷേട്ടനും ബിനിച്ചേട്ടനും ഇതിൻ്റെ കൂടെ നിന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ അവരുടെയും കൂടെയാണ് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് പോകുന്നത്. ഇങ്ങനൊരു സിനിമ പുൾ ഓഫ് ചെയ്യുക സാധാരണ എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. ഓഡിയൻസിൽ വന്ന ആദ്യത്തെ ചോദ്യം, എക്സെപ്റ്റ് ഫോർ റൈന നോൺ ഫേസസ് അല്ല, ഒരാളും നോൺ ഫേസ് അല്ല. ഇപ്പൊ ഇവരെല്ലാവരെയും എങ്ങനെ, അതും അവര് ഐ ഡോണ്ട് നോ, ഒരു സിനിമയിലെ എന്തെങ്കിലും സിനിമ കാണുന്ന ആളുകൾ പോലും ആണോ എന്ന് സംശയമുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു, എല്ലാവരും ഗ്രൂപ്പായിട്ടാണോ ട്രെയിൻ ചെയ്യണേ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു പ്രോസസ്? ആക്ച്വലി പാട്ടും പാടി പോവുമായിരുന്നു പാലക്കാട് ആ പ്രദേശങ്ങളിൽ കൂടി. സിനിമയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു പാട്ടും പാടിക്കൊണ്ട് പോവുമായിരുന്നു. ആക്ച്വലി അങ്ങനെയാണ് ആദ്യത്തെ ഓഡിഷൻ പരിപാടി നടന്നത്. അങ്ങനെ നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടി. പിന്നെ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെയും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെയും ഭയങ്കര സമയം എടുത്തിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇത് ചെയ്യാൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരാണ്. പിന്നെ അവർ നമ്മുടെ കൂടെ അങ്ങ് വർക്ക് ചെയ്ത് ഞങ്ങളുടെ കൂടെ അങ്ങ് ഇപ്പം ഞങ്ങളുടെ കുടുംബം പോലെയാണ് അവർ എല്ലാവരും. On Media Mathamgi we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought. Come on.